1940 ഒക്ടോബർ 6-ാം തീയതി മാധവൻ നായരുടെയും സത്യഭാമയുടെയും മകളായി തിരുവനന്തപുരത്ത് ജനിച്ചു. ലളിത പത്മിനി രാഗിണിമാരുടെ ഫസ്റ്റ് കസിൻ. പത്മിനിക്കൊപ്പം ആദ്യമായി ഒരു സിനിമാ ലൊക്കേഷനിൽ പോയപ്പോൾ സംവിധായകൻ ഈ പ്രതിഭയുടെ മുഖം മനസ്സിൽ കുറിച്ചിട്ടു. 10ാമത്തെ വയസ്സിൽ ആദ്യമായി സിനിമാ ലോകത്ത് അരങ്ങേറ്റം കുറിച്ചു. പത്മശ്രീ അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു. തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക്, കന്നഡ തുടങ്ങി നിരവധി ഭാഷകളിൽ തൻ്റെ മികവ് കാട്ടി. 1951 പുറത്തിറങ്ങിയ ഓരറിവ് എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തിൻ്റെ ഭാഗമായി മാറിയ സുകുമാരി. ഞാനെന്ന് പറയണത് എനിക്ക് ഓർമ്മ വയ്ക്കാനോ അതെന്ന് വെച്ചാൽ എൻ്റെ ബാക്കിലുണ്ടായിരുന്നത് ലളിതക്കനും പത്മിനിയക്കനുമാണ്. അപ്പോൾ അവരുടെ ഒരു സ്റ്റാർഡം സമയത്താണ് നമ്മളവരുടെ കൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരുവിധം അന്നത്തെ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ അന്നൊക്കെ അസിസ്റ്റൻ്റായിട്ട് ഇരുന്നവരാണ് ഇന്നിപ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സ്. അപ്പോൾ അവർക്കൊക്കെ നമുക്കെല്ലാം കണ്ടാലേ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വേറെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടു അല്ലെങ്കിൽ പുതിയതായിട്ട് അഭിനയിക്കാൻ വന്നവരാണ് എന്നൊന്നും അവരും വിചാരിക്കാറില്ല, ഞാനും വിചാരിക്കാറില്ല. ബിക്കോസ് നമ്മൾ കണ്ടു പരിചയപ്പെട്ടല്ലേ, കൊച്ചിലെ തൊട്ടേ കണ്ടു പരിചയപ്പെട്ടവരല്ലേ. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ആരെ കണ്ടാലും നമുക്കറിയാം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളവരാണ്. പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് തന്നെ എത്രയോ പഴയ ആൾക്കാരാണ് ഇപ്പോൾ വലിയ വലിയ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാം. എൻട്രി എന്ന് പറയുന്നത് ആദ്യം AVM സ്റ്റുഡിയോ, അതിൽ ലളിതക്കൻ്റെ കൂടെ ഒരു ഡാൻസ്. അപ്പോൾ അന്നൊക്കെ ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ കൂടെ പോകും. എന്തെന്ന് വെച്ചാൽ അവർ റിഹേഴ്സൽ ചെയ്യുന്നതിന് പകരം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യും. ഡാൻസ് മാസ്റ്റേഴ്സിനെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിന് പകരം നമ്മൾ റിഹേഴ്സൽ ചെയ്യും. അങ്ങനെ ഒരു 10 വയസ്സെന്നെങ്കിലും. അപ്പോൾ അവരുടെ മൂവ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾക്കായിരിക്കും ആദ്യം പറഞ്ഞു തരുന്നത്. നമ്മൾ റിഹേഴ്സൽ ചെയ്യും. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആ ഡയറക്ടർ P. നീലകണ്ഠൻ, അദ്ദേഹം പറഞ്ഞു ഈ ലളിതക്കൻ്റെ ചെറിയ പ്രായമായിട്ട് സുകുമാരി ഡാൻസ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു നമ്മൾ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്നല്ല. അപ്പോൾ ലളിതക്കൻ പറഞ്ഞു സാരല്ല ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബിറ്റ് ചുമ്മാ എനിക്ക് വേണ്ടി, അല്ല പടത്തിന് നിർബന്ധമൊന്നുമില്ല, അദ്ദേഹം എടുത്തു. അതാണ് ആദ്യമായിട്ട് ഈ ക്യാമറ കാണുന്നത്. എനിക്ക് തോന്നുന്നു തസ്കര വീരൻ, അത് പക്ഷിരാജ സ്റ്റുഡിയോ, ശ്രീരാമുലു നായിഡു, അത് കൊട്ടാരക്കര ചേട്ടൻ്റെ വൈഫായിട്ട്. അത് ഞാൻ ചെയ്യാനുണ്ടായിരുന്നല്ല. അന്ന് ഒരു ആർട്ടിസ്റ്റ് വന്നില്ല അവിടെ. എന്നിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കി, വന്നില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം എന്നെ അഭിനയിക്കാൻ പറഞ്ഞ് എടുത്തു. അത് അഭിനയിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ ചന്ദ്രധാര പ്രൊഡക്ഷൻസ്, അവർ നല്ല നല്ല പടങ്ങൾ എടുത്തുണ്ട്. അതിൽ നല്ല നല്ല വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. പ്രഭു സാറിൻ്റെ പടം, പ്രഭു സാറിൻ്റെ എല്ലാ പടത്തിലും നമ്മൾ കാണും. തിക്കുറിച്ചേട്ടൻ വരെ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏത് പടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിക്കുറിച്ചേട്ടൻ ഒരു എന്തോന്നും ഒരു സ്വാമിയാരുടെ വേഷമാണ്. സത്യം മാസ്റ്ററായിരുന്നു കൂടുതൽ. അതായത് അന്ന് സത്യം മാസ്റ്റർ ഒന്നിലെ സാരഥ അല്ലെങ്കിൽ ഷീലാമ്മ ആരെങ്കിലും ലവ് ചെയ്യും, ഒടുങ്ങാൻ കല്യാണം കഴിക്കുന്നത് എന്നെ ആയിരിക്കും. ഞാനൊരു ദുഷ്ട ഭാര്യയായിരിക്കും. സത്യം സാർ അതെ, ഹീസ് വെരി സ്ട്രിക്റ്റ്. അഭിനയം എന്ന് പറഞ്ഞ് നമ്മളിവിടെ വരുമ്പോഴല്ലേ നമ്മൾ കാണുന്നുള്ളൂ. സെറ്റിൽ വരുമ്പോഴല്ലേ സത്യ സാറിനെ കാണാറുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റാണ്. പിന്നെ സീനായിരുന്നാലും ശരി, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതും ശരി, ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല പെരുമാറ്റമാണ്. എന്ത് വേണമെന്ന് പറഞ്ഞാലും അത് കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം നാസിരേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലൊക്കെ എപ്പോഴും കയറി പോകുന്ന ആൾ. അതുകൊണ്ട് ചേട്ടനെ അതൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സത്യം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെറ്റിൽ വെച്ചല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഉർവശി ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന നാൾ തൊട്ട് ഞാനും ഉണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് ഉർവശിയെ പറ്റിയൊന്നും പറയാം. ബിക്കോസ് എൻ്റെ വീട്ടിലെ എൻ്റെ മോനെ പോലെ തന്നെയാണ് ഉർവശിയെ ഞാനൊരു മോളായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അവളെ ഏതിൽ ഉണ്ടെന്ന് പറഞ്ഞാലും വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോവും. എങ്ങനെയെങ്കിലും ഡേറ്റ് ഇല്ലെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് അവളും അഡ്ജസ്റ്റ് ചെയ്ത് തരും. കുങ്കുമം ഉണ്ടെങ്കിൽ മതി,
അപ്പോൾ ആ ഡേറ്റ് ഞാൻ തരാം എന്ന് പറഞ്ഞ് അവരും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് തന്നെ 2-3 പ്രാവശ്യം മാറിയതാണ് ഈ ഡേറ്റ്. അപ്പോൾ അതനുസരിച്ച് വരും. അത്ര നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങൾ തമ്മിലുള്ളത്. കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി ആ സ്നേഹവും ആ ഒരു റെസ്പെക്റ്റും. അവളൊരു വലിയൊരു ആർട്ടിസ്റ്റാണ് ഇപ്പോഴും. തമിഴിലും അതെ, മലയാളത്തിലും അതെ, തെലുങ്കിൽ ചെയ്യുന്നുണ്ട്, കന്നഡത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുക്കണം. എല്ലാവരും അതെ. ഇപ്പം നമ്മുടെ വീട്ടിലെ പിള്ളേർ വലുതായി വലിയൊരു ഓഫീസറാകുമ്പോൾ അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് കൊടുക്കും. ശ്രീമാട്ടി മൈ ഫസ്റ്റ് മിനിലേക്ക് വീണ്ടും സ്വാഗതം. മുത്തയ്യ സാറ് ഒരു പടം എടുത്തു, ശാരദാമ്മയും ഞാനും. അല്ലെങ്കിൽ ഞാനൊരു ഡാൻസറാണ്, നസീറേട്ടനാണെന്ന് തോന്നുന്നു പാടുന്നത്. ഈ ശാരദാമ്മ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയായിട്ട്, അത് എനിക്ക് ഓർക്കാനുള്ള ചിത്രമേള എന്നോ അങ്ങനെ എന്തോ ഒരു പടം ഉണ്ടായിരുന്നു. അത് ഒരു നല്ല പടമായിരുന്നു. അദ്ദേഹം 3 പടം ഒന്നിച്ചെടുത്തു മുത്തയ്യ സാറ്. അതിലെയാണ് ഒരു കഥ ഞങ്ങളുടെ ആയിരുന്നു. ഞങ്ങൾക്ക് വെളിയിൽ ഔട്ട്ഡോറിൽ അധികം വരില്ല, സെറ്റിലേ ഉള്ളൂ. സെറ്റിലെന്ന് പറഞ്ഞാൽ ബൂമുണ്ട്. അപ്പം ഡയറക്റ്റായിട്ട് സംസാരിക്കണം. പിന്നെ ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ശകലമേ ഉള്ളൂ ഡബ്ബിങ് പറയണത്. വെളിയിൽ പോയി അഭിനയിച്ചാൽ മാത്രമേ ഉള്ളൂ ഡബ്ബിങ്. സെറ്റിലെടുക്കുന്നതെല്ലാം നമ്മൾ തന്നെ പറയണം, എല്ലാം. അത് എത്ര തെറ്റിച്ചാലും ശരി, എത്ര ടേക്കായാലും ശരി, നമ്മൾ തിരിച്ചും പറയണം. ആര് തെറ്റിച്ചാലും നമ്മൾ പറയണം. ചട്ടക്കാരി അഭിനയിക്കുമ്പോൾ ഞങ്ങളാരും വിചാരിച്ചതല്ല, പക്ഷേ അതിന് അവാർഡ് കിട്ടി. ഞാൻ ഒരു ക്രിസ്ത്യൻ ലേഡി, ലക്ഷ്മിയുടെ അമ്മ. അന്ന് ലക്ഷ്മിയായിരുന്നു ജൂലിയായിട്ട് അഭിനയിച്ചത്. ആ ലക്ഷ്മിയുടെ അമ്മയായിട്ട്. ഭർത്താവായിട്ട് അഭിനയിച്ചത് ബാസിച്ചേട്ടൻ, എഞ്ചിൻ ഡ്രൈവർ. അങ്ങനത്തെ ഒരു കഥയായിരുന്നു.